നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ SCERT സോഷ്യൽ സയൻസിൻ്റെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സാമൂഹ്യ ശാസ്ത്രത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു 2 ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കാം. ഇത് 3ാമത്തെ ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് 3ാമത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനു മുമ്പുള്ള 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ക്ലാസ്സാണ്. കൂട്ടുകാരൊന്ന് കേട്ട് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: മധ്യരേഖയ്ക്ക് തെക്ക് 5 ഡിഗ്രി മുതൽ വടക്ക് 5 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലുള്ള മേഖല ഏത്? മധ്യരേഖയ്ക്ക് തെക്ക് 5 ഡിഗ്രി മുതൽ വടക്ക് 5 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്ക് ഇടയിലുള്ള മേഖലയാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. എന്താണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല? ഒരു പ്രാവശ്യം കൂടി പറയാം. മധ്യരേഖയ്ക്ക് തെക്ക് 5 ഡിഗ്രി മുതൽ വടക്ക് 5 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ ഉള്ള മേഖലയാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അടുത്ത ക്വസ്റ്റ്യൻ: തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദ വ്യതിയാനത്തെയാണ് മർദ്ദ ചെരിവ് എന്ന് പറയുന്നത്. എന്താണ്? തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദ വ്യതിയാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മർദ്ദ ചരിവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു പ്രാവശ്യം കൂടി പറയാം. തിരശ്ചീന തലത്തില് അനുഭവപ്പെടാവുന്ന അല്ലെങ്കിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദ വ്യതിയാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാം? മർദ്ദ ചെരിവ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ കാലഘട്ടം? 1835. എന്താണ്? ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ കാലഘട്ടമാണ് 1835. അടുത്ത ക്വസ്റ്റ്യൻ: ലോക തണ്ണീർത്തട ദിനം എപ്പോൾ? ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനമാണ് ഫെബ്രുവരി 2. അടുത്ത ക്വസ്റ്റ്യൻ: ഭൂമിക്കിടയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പ്? ഭൂമിക്കിടയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പിനെയാണ് നമ്മൾ ജലപീഠം എന്ന് പറയുന്നത്. എന്താണ്? ജലപീഠം. ഭൂമിക്കിടയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പിനെ നമ്മൾ എന്തെന്ന് പറയാം? ജലപീഠം എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ഭൂമിയിൽ നിന്നും നിശ്ചിത ഇടവേളകളിൽ ചൂടുവെള്ളവും നീരാവിയും ശക്തമായി പുറത്തേക്ക് പ്രവഹിക്കുന്ന പ്രതിഭാസമാണ് ഡാഷ്. എന്താണ്? ഭൂമിയിൽ നിന്നും നിശ്ചിത ഇടവേളകളിൽ ചൂടുവെള്ളവും നീരാവിയും ശക്തമായി പുറത്തേക്ക് പ്രവഹിക്കുന്ന പ്രതിഭാസമാണ് ഡാഷ്. ഗീസറുകൾ. എന്താണ്? ഗീസറുകൾ. ഒരു പ്രാവശ്യം കൂടി പറയാം. ഭൂമിയിൽ നിന്ന് നിശ്ചിത ഇടവേളകളിൽ ചൂടുവെള്ളവും നീരാവിയും ശക്തമായിട്ട് പുറത്തേക്ക് വരും. ആ വരുന്ന പ്രതിഭാസത്തെ പറയുന്നതാണ് ഗീസറുകൾ. എന്താണ്? ഗീസറുകൾ. അടുത്ത ക്വസ്റ്റ്യൻ: പഞ്ചായത്തി രാജ് നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി? പഞ്ചായത്തി രാജ് നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതിയാണ് 73ാമത്തെ ഭരണഘടനാ ഭേദഗതി. ഏതാണ്? പഞ്ചായത്തി രാജ് നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതിയാണ് 73ാമത്തെ ഭരണഘടനാ ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ: സമൂഹത്തിലെ ഭൂരിപക്ഷം അംഗീകരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന മൂല്യങ്ങളും നാട്ടാചാരങ്ങളും സദാചാര വ്യവസ്ഥകളും നിയമങ്ങളും ലംഘിക്കുന്ന പേരുമാറ്റം അറിയപ്പെടുന്നത്? എന്താണ്? സമൂഹത്തിലെ ഭൂരിപക്ഷം അംഗീകരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന മൂല്യങ്ങളും നാട്ടാചാരങ്ങളും സദാചാര വ്യവസ്ഥകളും നിയമങ്ങളും ലംഘിക്കുന്ന പേരുമാറ്റം അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന്? സാമൂഹ്യ വ്യതിയാനം. എന്താണ്? സാമൂഹ്യ വ്യതിയാനം. അടുത്ത ക്വസ്റ്റ്യൻ: മരുഭൂമിയിലെ ജലലഭ്യമായ പ്രദേശം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മരുഭൂമിയിലെ ജലലഭ്യമായ പ്രദേശം, അതായത് മരുഭൂമിയിലെ ജലമുള്ള പ്രദേശത്ത് നമ്മൾ എന്ത് പറയും? മരുപ്പച്ച എന്നാണ് പറയുന്നത്. മരുഭൂമിയിലെ ജലമുള്ള പ്രദേശത്ത് നമ്മൾ എന്തെന്ന് പറയും? മരുപ്പച്ച എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ: മണ്ണിൽ നിന്ന് ഊർന്നിറങ്ങുന്ന ജലം മണ്ണിലെ സുഷിരങ്ങളിലും പാറക്കെട്ടുകളിലും സംഭരിക്കപ്പെടുന്നു. ഇത്തരം നീരുറവകൾ അറിയപ്പെടുന്ന പേര്? അക്യൂഫറുകൾ.
എന്താണ്? മണ്ണിൽ നിന്ന് ഊർന്നിറങ്ങുന്ന ജലം മണ്ണിലെ സുഷിരങ്ങളിലും പാറക്കെട്ടുകളിലും സംഭരിക്കപ്പെടുന്നു. ഇത്തരത്തിലുള്ള നീർ ഉറവകളെ പറയുന്ന പേരാണ് അക്യൂഫറുകൾ. എന്താണ്? അക്യൂഫറുകൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് ഏതു മേഖലയ്ക്കാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് ഏതു മേഖലയ്ക്കാണ്? കാർഷിക മേഖല. എന്താണ്? കാർഷിക മേഖല. അടുത്ത ക്വസ്റ്റ്യൻ. നീല വിപ്ലവം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീല വിപ്ലവം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യം. നീല വിപ്ലവം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യം. അടുത്ത ക്വസ്റ്റ്യൻ. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ ആണെന്ന് പറഞ്ഞ മഹത് വ്യക്തി ആരാണ്? അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞ മഹത് വ്യക്തിയാണ് നെഹ്റു. ആരാണ്? അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞ മഹത് വ്യക്തിയാണ് നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ. സൗര യുദ്ധ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? സൗര യുദ്ധ സിദ്ധാന്തം ആവിഷ്കരിച്ചത് കോപ്പർനിക്കസ്. ആരാണ്? കോപ്പർനിക്കസ്. അടുത്ത ക്വസ്റ്റ്യൻ. അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആര്? ജൊഹാൻസ് ഗുട്ടൻബർഗ്. ആരാണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത്? ജൊഹാൻസ് ഗുട്ടൻബർഗ്. അടുത്ത ക്വസ്റ്റ്യൻ. ആവി യന്ത്രം കണ്ടുപിടിച്ചത് ആരായിരിക്കും? ജെയിംസ് വാട്ട്. ആവി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് വാട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഐക്യരാഷ്ട്രസഭയുടെ 1972 മാനവ പരിസ്ഥിതി സമ്മേളനത്തിന് വേദിയായത് എവിടെ? എന്താണ് ക്വസ്റ്റ്യൻ? ഐക്യരാഷ്ട്രസഭയുടെ 1972 മാനവ പരിസ്ഥിതി സമ്മേളനത്തിന് വേദിയായത് ഏത് സ്ഥലത്താണ്? സ്റ്റോക്ക്ഹോം. ഏതാണ്? സ്റ്റോക്ക്ഹോം. അടുത്ത ക്വസ്റ്റ്യൻ. ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? ഭരണഘടനയിലെ മാർഗനിർദ്ദേശ തത്വങ്ങളിൽ പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏതാണെന്ന്? 48A. ഏതാണ്? 48A. അടുത്ത ക്വസ്റ്റ്യൻ. ലത്തീൻ എന്നറിയപ്പെട്ടിരുന്ന ഭാഷ ഏതാണ്? ലാറ്റിൻ ആണ്. ഏതാണ്? ലത്തീൻ എന്നറിയപ്പെട്ടിരുന്ന ഭാഷ ഏതാണ്? ലാറ്റിൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഡിവൈൻ കോമഡി എന്ന കൃതിയുടെ രചയിതാവ് ആര്? ദാന്തെ. ഡിവൈൻ കോമഡി എന്ന കൃതിയുടെ രചയിതാവാണ് ദാന്തെ. അടുത്ത ക്വസ്റ്റ്യൻ. നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? പെട്രാർക്ക്. നവോത്ഥാനത്തിന്റെ പിതാവാണ് പെട്രാർക്ക്. നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? പെട്രാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. ജർമ്മനിയിൽ മതനവീകരണത്തിന് നേതൃത്വം നൽകിയത് ആര്? ജർമ്മനിയിൽ മതനവീകരണത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? മാർട്ടിൻ ലൂതർ. ആരാണ്? മാർട്ടിൻ ലൂതർ. ജർമ്മനിയിൽ മതനവീകരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ്? മാർട്ടിൻ ലൂതർ. അടുത്ത ക്വസ്റ്റ്യൻ. ഭൂട്ടാൻ ഗവൺമെന്റിന്റെ രൂപം? രാജവാഴ്ച. ഭൂട്ടാൻ ഗവൺമെന്റിന്റെ രൂപം രാജവാഴ്ച. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ അവകാശ പത്രിക അറിയപ്പെടുന്നത്? മൗലിക അവകാശങ്ങൾ. ഇന്ത്യയുടെ അവകാശ പത്രിക അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മൗലിക അവകാശങ്ങൾ. ഇന്ത്യയുടെ അവകാശ പത്രിക എങ്ങനെയാണ് അറിയപ്പെടുന്നത്? മൗലിക അവകാശങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത് എന്ന്? സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത് എന്നാണെന്ന്? 1948 ഡിസംബർ 10. എന്നാണ്? 1948 ഡിസംബർ 10. അടുത്ത ക്വസ്റ്റ്യൻ. ഏത് വർഷമാണ് നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ആയത്? ഏത് വർഷമാണ് നമ്മുടെ നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ആയത്? എന്നാണ്? 1994 മെയ് 10. എന്നാണ്? 1994 മെയ് 10. അടുത്ത ക്വസ്റ്റ്യൻ.
ലീലാവതി എന്ന ഗണിതശാസ്ത്ര കൃതി രചിച്ചത് ആര്? ലീലാവതി എന്ന ഗണിതശാസ്ത്ര കൃതി രചിച്ചത് ആര്? ഭാസ്കരാചാര്യർ. ആരാണ് ലീലാവതി എഴുതിയത്? ഭാസ്കരാചാര്യർ. അടുത്ത ക്വസ്റ്റ്യൻ, മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരി ആരാണ്? ടവർണിയർ. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയുടെ പേരാണ് ടവർണിയർ. ആരാണ്? ടവർണിയർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിള വൈവിധ്യമുള്ള ഭൂവിഭാഗം ഏത്? കേരളത്തില് ഏറ്റവും കൂടുതൽ വിള വൈവിധ്യമുള്ള ഭൂവിഭാഗമാണ് ഇടനാട്. ഏതാണ്? ഇടനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിള വൈവിധ്യമുള്ള ഭൂവിഭാഗമാണ് ഇടനാട്. അടുത്ത ക്വസ്റ്റ്യൻ, മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരി റാൽഫ് ഫിച്ച്. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരിയുടെ പേരാണ് റാൽഫ് ഫിച്ച്. എന്താണ്? റാൽഫ് ഫിച്ച്. നമ്മൾ നേരത്തെ പഠിച്ചു ഇന്ത്യ സന്ദർശിച്ച, മുഗൾ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയുടെ പേരാണ് ടവർണിയർ. ഫ്രഞ്ച് ടവർണിയറും ഇംഗ്ലീഷ് സഞ്ചാരി ആരാണ്? റാൽഫ് ഫിച്ചും. റാൽഫ് ഫിച്ചും. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ റബ്ബർ കൃഷിയുടെ പിതാവ് ആരാണ്? ഇന്ത്യയിൽ റബ്ബർ കൃഷിയുടെ പിതാവാണ് ജോൺ ജോസഫ് മർഷി. ആരാണ്? ജോൺ ജോസഫ് മർഷി. ഇന്ത്യയിൽ റബ്ബർ കൃഷിയുടെ പിതാവാണ് ജോൺ ജോസഫ് മർഷി. അടുത്ത ക്വസ്റ്റ്യൻ, മധ്യകാല ഇന്ത്യയിലെ കർണാടക സംഗീതത്തിൽ പ്രസിദ്ധൻ ആരാണ്? മധ്യകാല ഇന്ത്യയിലെ കർണാടക സംഗീതത്തിലെ പ്രസിദ്ധൻ ആരാണ്? പുരന്ദരദാസൻ. ആരാണ്? പുരന്ദരദാസൻ. മധ്യകാല ഇന്ത്യയിലെ കർണാടക സംഗീതത്തിലെ പ്രസിദ്ധനാണ് പുരന്ദരദാസൻ. അടുത്ത ക്വസ്റ്റ്യൻ, സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിലെ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീന ഫലമായി രൂപം കൊണ്ട സംഗീത ശൈലി. സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിലെ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീന ഫലമായിട്ട് രൂപം കൊണ്ട സംഗീത ശൈലിയാണ് ഹിന്ദുസ്ഥാനി. ഏതാണ്? ഹിന്ദുസ്ഥാനി. അടുത്ത ക്വസ്റ്റ്യൻ, ദക്ഷിണേന്ത്യയിൽ വിജയനഗര രാജാക്കന്മാർ സ്ഥാപിച്ച പ്രധാന ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്? ദക്ഷിണേന്ത്യയിൽ വിജയനഗര രാജാക്കന്മാര് സ്ഥാപിച്ച പ്രധാന ക്ഷേത്രങ്ങളാണ് വിട്ടലസ്വാമി ക്ഷേത്രം, പിന്നെയോ ഹസാരരാമ ക്ഷേത്രം. ഏതൊക്കെയാണ്? വിട്ടലസ്വാമി ക്ഷേത്രവും ഹസാരരാമ ക്ഷേത്രവും. ഉറച്ചോട് പറയാം, ദക്ഷിണേന്ത്യയില് വിജയനഗര രാജാക്കന്മാര് സ്ഥാപിച്ച പ്രധാന 2 ക്ഷേത്രങ്ങളാണ് വിട്ടലസ്വാമി ക്ഷേത്രവും ഹസാരരാമ ക്ഷേത്രവും. അടുത്ത ക്വസ്റ്റ്യൻ, 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യ ശില്പി ഏത്? 16-ാം നൂറ്റാണ്ടില് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യ ശൈലി ഏതാണെന്ന്? ഗോതിക് ശൈലി. ഏതാണ്? ഗോതിക് ശൈലി. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യ ശൈലിയാണ് ഗോതിക് ശൈലി. ഏതാണ്? ഗോതിക് ശൈലി. അടുത്ത ക്വസ്റ്റ്യൻ, ഋതുമതി എന്ന നാടകം രചിച്ചത് ആരാണ്? ഋതുമതി എന്ന നാടകം പ്രേംജിയുടെ നാടകമാണ്. ആരാണ്? പ്രേംജി. ഋതുമതി ആരുടെ നാടകമാണ്? പ്രേംജി. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി ടാഗോർ ഉപേക്ഷിച്ചത് ഏത് സംഭവത്തോടു കൂടിയാണ്? ബ്രിട്ടീഷുകാർ നൽകിയ സർ എന്നൊരു പദവി, ആ പദവി ടാഗോർ ഉപേക്ഷിച്ചത് ഏത് സംഭവത്തിന്, അതായത് ഏത് സംഭവത്തോടു കൂടിയാണ്? ഏത് സംഭവമാണ്? ജാലിയൻ വാലാബാഗ്. ഏതാണ്? ജാലിയൻ വാലാബാഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം? 1917. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷമാണ് 1917. എന്നാണ് ഡേറ്റ്? 1917. അടുത്ത ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മൈക്കിൾ ഒ ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മൈക്കിൾ ഒ ഡയർ. മൈക്കിൾ ഒ ഡയർ. അടുത്ത ക്വസ്റ്റ്യൻ,
ഗാന്ധിജി അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയുള്ള സമരം നയിച്ച വർഷം. ഗാന്ധിജി അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയുള്ള സമരം നയിച്ച വർഷമാണ് 1918. എന്നാണ് 1918. അടുത്ത ക്വസ്റ്റ്യൻ, തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ച വിദേശികൾ ആര്? തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ച വിദേശികളാണ് പോർച്ചുഗീസ്. ആരാണ്? തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട ആരാണ് നിർമ്മിച്ചത്? പോർച്ചുഗീസുകാരാണ്. ഇനി ഇന്ത്യയിലേക്ക് ഈ പോർച്ചുഗീസുകാരെ കുറിച്ച് പറയുമ്പോൾ പൈനാപ്പിള്, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില എന്നിവ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. എന്താണ്? പൈനാപ്പിള്, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില ഇത്രയും സാധനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിച്ച വിദേശികളാണ് പോർച്ചുഗീസുകാർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാസ്കോ ഡ ഗാമ കേരളത്തിലെത്തിയ വർഷം. വാസ്കോ ഡ ഗാമ കേരളത്തിൽ എത്തിയ വർഷമാണ് 1498 മെയ്. എന്നാണ് വാസ്കോ ഡ ഗാമ വന്നത്? 1498. അടുത്ത ക്വസ്റ്റ്യൻ, കൈലാസ് സത്യാർത്ഥി രൂപീകരിച്ച സംഘടന ഏത്? കൈലാസ് സത്യാർത്ഥി രൂപീകരിച്ച സംഘടനയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. ഏതാണ്? ബച്പൻ ബച്ചാവോ ആന്തോളൻ. കൈലാസ് സത്യാർത്ഥി രൂപീകരിച്ച സംഘടനയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗോത്ര വിഭാഗം ഏതാണ്? പണിയർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗോത്ര വിഭാഗക്കാരാണ് പണിയർ. ഏതാണ്? പണിയർ. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭ സ്ത്രീ വിവേചന ഉന്മൂലന പത്രിക അംഗീകരിച്ചത് എപ്പോൾ? ഐക്യരാഷ്ട്രസഭ സ്ത്രീ വിവേചന ഉന്മൂലന പത്രിക അംഗീകരിച്ചത് എപ്പോഴാണ്? 1979. എന്നാണ്? 1979. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യത്തെ സാമൂഹ്യ ശാസ്ത്ര പഠന വകുപ്പ് ആരംഭിച്ചത് എവിടെ? അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്ര വകുപ്പ് ആരംഭിച്ചത് ആരാണെന്ന്? ബോംബെ സർവകലാശാല. ഇന്ത്യയിൽ ആദ്യത്തെ സാമൂഹ്യ ശാസ്ത്ര പഠന വകുപ്പ് ആരംഭിച്ചത് ബോംബെ സർവകലാശാല. ആരാണ്? ബോംബെ സർവകലാശാല. അടുത്ത ക്വസ്റ്റ്യൻ, ഡാർവിന്റെ പരിണാമ സിദ്ധാന്ത തത്വങ്ങൾ സമൂഹ പഠനത്തിന് പ്രയോജനപ്പെടുത്തിയ ചിന്തകനാണ് ഡാഷ്. ഡാർവിന്റെ പരിണാമ സിദ്ധാന്ത തത്വങ്ങൾ സമൂഹ പഠനത്തിന് പ്രയോജനപ്പെടുത്തിയ ചിന്തകനാണ് ഹെർബർട്ട് സ്പെൻസർ. ആരാണ്? ഹെർബർട്ട് സ്പെൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ആദിമ സമൂഹങ്ങളെ കുറിച്ചുള്ള പഠനശാഖയാണ് നരവംശ ശാസ്ത്രം. എന്താണ്? ആദിമ സമൂഹങ്ങളെ കുറിച്ചുള്ള പഠനശാഖയെ പറയുന്ന പേരാണ് ഏത്? നരവംശ ശാസ്ത്രം. എന്താണ്? നരവംശ ശാസ്ത്രം. അടുത്ത ക്വസ്റ്റ്യൻ, 6 വയസ്സുവരെയുള്ള ശിശു വികസനം ലക്ഷ്യമാക്കി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയുടെ പേര്? 6 വയസ്സുവരെയുള്ള ശിശു വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ICDS. എന്താണ്? ICDS, സംയോജിത ശിശു വികസന പരിപാടി. അതായത് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ്. ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ്. ICDSന്റെ ഫുൾ ഫോം ആണ് സംയോജിത ശിശു വികസന പരിപാടി. ഇനി അങ്ങനെയാണെങ്കിൽ SSA എന്തായിരിക്കും? സർവ ശിക്ഷ അഭിയാൻ. സാർവത്രിക വിദ്യാഭ്യാസം ഹയർ സെക്കൻഡറി വരെ ഉറപ്പുവരുത്താനുള്ളതാണ് ഏത്? SSA. 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ശിശു വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ളത് എന്താണ്? ICDS ആണ്. ഇനി സാർവത്രിക വിദ്യാഭ്യാസം ഹയർ സെക്കൻഡറി വരെ ഉറപ്പുവരുത്താനുള്ളതാണ് SSA. അടുത്ത ക്വസ്റ്റ്യൻ, ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല ഏത്? ട്രോപ്പോപാസ്. ഏതാണ്? ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് ട്രോപ്പോപാസ്. ഏതാണ്? ട്രോപ്പോപാസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉൽക്ക
പതനപാളി എന്നറിയപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ഉൽക്ക പതനപാളി എന്നറിയപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? മിസോസ്ഫിയർ. ഏതാണ്? ഉൽക്ക പതനപാളി എന്നറിയപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലത്തെ വിളിക്കുന്നത് എന്താണ്? മിസോസ്ഫിയർ. മിസോസ്ഫിയർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന മേഖലകൾ അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന്? സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന മേഖലകളെ നമ്മൾ സമതാപ മേഖല എന്നാണ് പറയുന്നത്. സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന മേഖലയെ സമതാപ മേഖല എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ട്രോപ്പോസ്ഫിയറിൽ തുടങ്ങി ഭൂമിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലം ഏതാണ്? ട്രോപ്പോസ്ഫിയറിൽ തുടങ്ങിയിട്ട് ഭൂമിയിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. ഏതാണ്? ട്രോപ്പോസ്ഫിയറിൽ നിന്ന് തുടങ്ങിയിട്ട് ഭൂമിയിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ദൂരം പോകുന്നുണ്ട്? 50 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലത്തെ പറയുന്ന പേരാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ. അടുത്ത ക്വസ്റ്റ്യൻ, ബുദ്ധമത ഗ്രന്ഥങ്ങൾ അറിയപ്പെടുന്നത്? ത്രിപടികങ്ങൾ. ഏതാണ്? ബുദ്ധമത ഗ്രന്ഥങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ത്രിപടികങ്ങൾ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സമൂഹത്തെ തൊഴിൽ അടിസ്ഥാനത്തിൽ പുരോഹിതർ, സേനാനികൾ, സാധാരണക്കാർ എന്നിങ്ങനെ തരം തിരിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? സമൂഹത്തെ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ പുരോഹിതരാണെന്നും സേനാനികളാണെന്നും സാധാരണക്കാര് എന്നിങ്ങനെയൊക്കെ തരം തിരിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? ഋഗ്വേദ കാലം. ഏതാണ്? ഋഗ്വേദ കാലത്തിലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഏഷ്യയുടെ പ്രകാശം എന്ന കൃതിയുടെ രചയിതാവ് ആര്? ഏഷ്യയുടെ പ്രകാശം എന്ന കൃതിയുടെ രചയിതാവാണ് എഡ്വിൻ അർണോൾഡ്. ആരാണ്? ഏഷ്യയുടെ പ്രകാശം എന്ന കൃതിയുടെ രചയിതാവാണ് എഡ്വിൻ അർണോൾഡ്. കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ മുതലായവ മനുഷ്യനിർമ്മിത സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്നത്? കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ മുതലായവ മനുഷ്യനിർമ്മിത സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്നത് സാംസ്കാരിക ഭൂപടം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടമാണ് വലിയ തോത് ഭൂപടം. ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടമാണ് വലിയ തോത് ഭൂപടം. അടുത്ത ക്വസ്റ്റ്യൻ, വലിയ പ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുണ്ടാക്കുന്ന ഭൂപടം ഏതായിരിക്കും? ചെറിയ തോത് ഭൂപടം. എങ്ങനെയാണ്? വലിയ പ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്ന ഭൂപടമാണ് ചെറിയ തോത് ഭൂപടം. അടുത്ത ക്വസ്റ്റ്യൻ, പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവയ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥ അവകാശം എന്നിവ രേഖപ്പെടുത്തിയ ഭൂപടങ്ങളാണ് കഡസ്ട്രൽ ഭൂപടം. എന്താണ്? പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവയ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥ അവകാശം എന്നിവ രേഖപ്പെടുത്തിയ ഭൂപടങ്ങളാണ് ഏതൊക്കെ? കഡസ്ട്രൽ ഭൂപടം. അപ്പം നമ്മൾ 4 കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു. എന്താണ്? കൃഷി, വ്യവസായ, രാഷ്ട്രീയ അതിർത്തികൾ മുതലായവ മനുഷ്യനിർമ്മിത സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടമാണ് സാംസ്കാരിക ഭൂപടം. അല്ലേ? ഇനി അടുത്തത് പറഞ്ഞത് എന്താണ്? വലിയ പ്രദേശങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ തന്നത് ചെറിയ തോത് ഭൂപടവും, ചെറിയ പ്രദേശങ്ങളെ കുറിച്ചിട്ടുള്ള ചിത്രീകരിക്കുന്ന ഭൂപടമാണ് വലിയ തോത് ഭൂപടവും. ഇനി പാടങ്ങളും കെട്ടിടങ്ങളൊക്കെ ഉടമസ്ഥാവകാശം ഇതിനൊക്കെ രേഖപ്പെടുത്തിയ ഭൂപടമാണ് കഡസ്ട്രൽ ഭൂപടം. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണെന്ന്? ആരെയാണ്? അരുണ ആസിഫ് അലി. ആരാണ്? അരുണ ആസിഫ് അലി. അടുത്ത ക്വസ്റ്റ്യൻ, സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിളിച്ചത് ഗാന്ധിജിയാണ്. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് ഏത് വർഷമാണ്? കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച വർഷമാണ് 1942 ഓഗസ്റ്റ് 9. എന്താണ്? 1942 ഓഗസ്റ്റ് 9. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്റർനാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? ഇന്റർനാഷണൽ ആർമിയുടെ സ്ഥാപകനാണ് രാഷ് ബിഹാരി ബോസ്. ഇന്റർനാഷണൽ ആർമിയുടെ സ്ഥാപകനാണ് രാഷ് ബിഹാരി ബോസ്. അടുത്ത ക്വസ്റ്റ്യൻ, സമപന്തി ഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? സമപന്തി ഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. ആരാണ്? സമപന്തി ഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. അപ്പൊ നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞു മിശ്ര ഭോജനം ആരായിരുന്നു നടത്തിയത്? മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പനാണ് അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈജിപ്തിന്റെ ജീവരക്തം എന്നറിയപ്പെടുന്നത്? ഈജിപ്തിന്റെ ജീവരക്തമാണ് നൈൽ നദി. ഏതാണ് ഈജിപ്തിന്റെ ജീവരക്തം എന്നറിയപ്പെടുന്നത്? നൈൽ നദി. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവ വൈവിധ്യ സമ്പന്നവുമായ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവ വൈവിധ്യ സമ്പന്നവുമായ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന്? ആമസോൺ നദീതീരത്താണ്. എവിടെയാണ്? ആമസോൺ നദീതീരം. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിനു വടക്ക് ഉത്തര ധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥാ മേഖല അറിയപ്പെടുന്നത്? ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിനു വടക്ക് ഉത്തര ധ്രുവത്തിനു ചുറ്റി സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥാ മേഖലയാണ് തുന്ദ്ര മേഖല. ഏതാണ്? തുന്ദ്ര മേഖല. ഭൂമിക്ക് ഗോളാകൃതി ആണെന്ന ആശയം ആദ്യം മുന്നോട്ട് വെച്ചത് ആരാണ്? ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന്, അതായത് ഭൂമിയുടെ ഷേപ്പ് ഗോളാകൃതിയാണെന്ന് ഒരു ആശയം ആരാണ് മുന്നോട്ട് വെച്ചത്? തെയിൽസ് ആണ്. ആരാണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് പറഞ്ഞത്? തെയിൽസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വെള്ളവും വളവും കണികാരൂപത്തിൽ ട്രിപ്പുകളാക്കി നൽകുന്ന രീതിയാണ് ഡാഷ്. വെള്ളവും വളവും കണികാരൂപത്തിൽ ട്രിപ്പുകളാക്കി നൽകുന്ന രീതിയെ പറയുന്ന പേരാണ് ഫെർട്ടിഗേഷൻ. എന്താണ്? ഫെർട്ടിഗേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ലവണങ്ങൾ വെള്ളത്തിൽ അലിയിച്ചു കൊടുക്കുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. അല്ലേ? സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ധാതു ലവണങ്ങൾ വെള്ളത്തിൽ തന്നെ അലിയിച്ചു കൊടുക്കുന്ന രീതിയെ നമ്മൾ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ കൃഷി രീതിയെ പറയുന്ന പേരാണ് ഹൈഡ്രോപോണിക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണെന്ന്? തമിഴ്നാട്ടില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ചെമ്മണ്ണ്. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ചെമ്മണ്ണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓഷ്യാനിയ എന്നറിയപ്പെടുന്ന വൻകര ഏത്? ഓഷ്യാനിയ എന്നറിയപ്പെടുന്ന വൻകര ഓസ്ട്രേലിയ. ഓഷ്യാനിയ എന്നറിയപ്പെടുന്ന വൻകരയാണ് ഓസ്ട്രേലിയ. അടുത്ത ക്വസ്റ്റ്യൻ, തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റിയ ഭരണാധികാരി ആര്? തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റിയ ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്. അടുത്ത ക്വസ്റ്റ്യൻ, ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കിയ സൽത്തനത്ത് ഭരണാധികാരി ആരാണ്? ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കിയ സൽത്തനത്ത് ഭരണാധികാരിയാണ് ഇൽത്തുമിഷ്. ആരാണ്? ഇൽത്തുമിഷ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ച നായകൻ ആരാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരുടെയാണ്? പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരുടെയാണ്? പൊയ്കയിൽ ശ്രീ കുമാരദേവൻ. ക്വസ്റ്റ്യൻ, കണ്ണൂർ ജില്ലയിലെ കണ്ടക്കൈ ഗ്രാമത്തിൽ നടന്ന മേച്ചിൽ പുൽ സമര നായിക ആരാണ്? കണ്ണൂർ ജില്ലയിലെ കണ്ടക്കൈ ഗ്രാമത്തിൽ നടന്ന മേച്ചിൽ പുല്ല് സമര നായിക ആരാണ്? കണ്ടക്കൈ കുഞ്ഞാക്കമ്മ. ആരാണ്? കണ്ടക്കൈ കുഞ്ഞാക്കമ്മ.
അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീമൂലം പ്രജാസഭയിൽ 2 തവണ അംഗത്വം നേടിയ നവോത്ഥാന നായകൻ ആരാണ്? ശ്രീമൂലം പ്രജാസഭയില് 2 പ്രാവശ്യം അംഗത്വം നേടിയ നവോത്ഥാന നായകനാണ് കുമാരഗുരുദേവൻ. ആരാണ്? കുമാരഗുരുദേവൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ സിവിൽ കോഴ്സുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതിയാണ് മുൻസിഫ് കോടതി. ഇന്ത്യയിൽ സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി ഏതാണ്? മുൻസിഫ് കോടതി. അടുത്ത ക്വസ്റ്റ്യൻ, വ്യക്തികൾ ഉൾക്കൊള്ളുന്ന വലിയ സംഘമാണ് സമൂഹം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? വ്യക്തികൾ ഉൾക്കൊള്ളുന്ന വലിയ സംഘമാണ് സമൂഹം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഗ്രീൻ. ആരാണ്? ഗ്രീൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസ അവകാശത്തെ പാർലമെന്റ് മൗലിക അവകാശം ആക്കിയത് എപ്പോൾ? വിദ്യാഭ്യാസ അവകാശത്തെ പാർലമെന്റ് മൗലിക അവകാശമാക്കിയത് 2002 എന്നാണ്? 2002. അടുത്ത ക്വസ്റ്റ്യൻ, ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്ന രീതി അറിയപ്പെടുന്നത്? ജനങ്ങള് നേരിട്ട് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്ന രീതിയെ പറയുന്നതാണ് പ്രസിഡൻസി. ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്ന രീതി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പ്രസിഡൻസി. അടുത്ത ക്വസ്റ്റ്യൻ, SNDP സ്ഥാപിതമായ വർഷം? SNDP വന്നത് എന്നാണ്? 1903. SNDP സ്ഥാപിതമായ വർഷമാണ് 1903. അടുത്ത ക്വസ്റ്റ്യൻ, കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്ത ക്വസ്റ്റ്യൻ, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞത് ആരാണ്? അയ്യങ്കാളിയാണ്. ആരാണ്? അയ്യങ്കാളി. അങ്ങനെയാണെങ്കിൽ അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് ഏത് വർഷമാണ്? 1893. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷമാണ് 1893. 1893.